വടകര ചോളംവയൽ താഴെ കണ്ടോത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നാളെ സമാപിക്കും. നമസ്തേ. താഴെ കണ്ടോത്ത് ഭഗവതി ക്ഷേത്രം എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഒരു കാലത്ത് വളരെ പരിതാപകരമായിട്ടുള്ള എത്രയോ കാലങ്ങളായിട്ടുള്ള വർഷങ്ങളായി പൂർവികമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രം പടിപടിയായിട്ട് ഇന്ന് കാണുന്ന വളരെ ഭംഗിയായിട്ടുള്ള നിലയ്ക്ക് ആയിട്ട് ഒരു 12 വർഷമായി. ആ 12 വർഷം കൊണ്ട് 12ാമത്തെ വർഷത്തെ നവീകരണ ക്രിയകളാണ് ഇന്ന് നടക്കുന്നത്. ഇന്നലെ ശതശുദ്ധി പഞ്ചകം, വാസ്തുബലി, വാസ്തുഹോമം മുതലായ കർമ്മങ്ങൾ, ഇന്ന് രാവിലെ ശതശുദ്ധി പഞ്ചകം, പഞ്ചഗവ്യം മുതലായ കർമ്മങ്ങൾ, അങ്ങനെയുള്ള ഓരോ കർമ്മങ്ങൾ, മൃത്യുഞ്ജയ ഹോമം, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ എന്തെങ്കിലും ഇവിടുത്തെ ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് പരിഹാര പൂജകൾ, പരിഹാര ഹോമങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ന് ഈ വൈകുന്നേരം ഭഗവതി സേവയോടുകൂടി ഇന്നത്തെ പ്രധാനപ്പെട്ട പൂജകളൊക്കെ കഴിഞ്ഞു. പിന്നെ പരികലശ പൂജ, ബ്രഹ്മകലശ പൂജ ഇത്യാദി കാര്യങ്ങളും ഇന്ന് രാവിലെ മുതൽ നടന്നു വരുക. ഇനിയിപ്പം നാളെ രാവിലെ ബ്രഹ്മകലശം ധ്യാനാദിവാസം വിടർത്തി പൂജ, അത് കഴിഞ്ഞതിന് ശേഷം ബ്രഹ്മകലശാഭിഷേകം, അത് കഴിഞ്ഞ് ഭഗവതിക്ക് ചൈതന്യപൂർണ്ണമാവാൻ വേണ്ടിയിട്ടുള്ള മറ്റ് പൂജകളൊക്കെ ചെയ്തതിന് ശേഷം ഉച്ചക്ക് ഉച്ചപ്പാട്ടോടു കൂടി തന്നെ വൈകുന്നേരം കളയെഴുത്തും പാട്ടും, ഒരു അനുഷ്ഠാന കലയാണ് കലയെഴുത്തും പാട്ടും. ഭഗവതീൻ്റെ വിശേഷമായിട്ടുള്ളൊരു അനുഷ്ഠാന കലയാണ്. ആ അനുഷ്ഠാന കല വൈകുന്നേരം സന്ധ്യയോടുകൂടി ഇവിടെ 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് പൂജകളൊക്കെ കഴിഞ്ഞ് ഇതാവും. എല്ലാ വർഷവും ഇവിടെ തറ മുതലായ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. എല്ലാ വർഷവും ഈ 7-ാം തീയതിയാണ്, നാളെ 7-ാം തീയതിയാണ് പ്രതിഷ്ഠാദിനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കൊണ്ടാടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രഹ്മകലശാഭിഷേകം നടക്കുകയാണ്. എല്ലാവർക്കും ആ ബ്രഹ്മകലശാഭിഷേകത്തിൽ പങ്കെടുക്കുകയും ബ്രഹ്മകലശാഭിഷേകം ഷീട്ടാക്കാനും സാധിക്കും. നാളെ ഗണപതി ഹോമമുണ്ട്, മഹാഗണപതി ഹോമം. ആ മഹാഗണപതി ഹോമത്തിൽ മുഴുവൻ നാട്ടുകാരും പങ്കെടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ പ്രത്യേകമായി ക്ഷേത്രം തന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു കഞ്ഞിപ്പുരയായിരുന്നു. ഞങ്ങൾ ഈ പ്രദേശത്താറും അതുപോലെ തന്നെ മറ്റ് പ്രദേശത്ത് നിന്ന് വരുന്ന ആൾക്കാരും കൂടി ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് പിറ്റേന്ന് പുലർച്ചെ കുറുളിക്കാവ് പോകുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. പണ്ട് വാഹനങ്ങളുടെ പ്രയാസം കൊണ്ട് തന്നെ ഭക്തർ ഇവിടെ വന്ന് ചേർന്ന് ഇവിടെ ഞങ്ങൾ ഒന്നായിട്ടാണ് ഈ കുറുളിക്കാവിലേക്ക് പോകാറ്. അതേപോലെ തന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ ഭഗവതിയും ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ ഓലമേഞ്ഞ ഒരു ക്ഷേത്രമായിരുന്നു ഇത്. പിന്നീട് നാട്ടുകാരുടെയും ദേശവാസികളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ളൊരു ക്ഷേത്രമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചു. നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായം ഇതിന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഭഗവതിയുടെ ശക്തി കൊണ്ട് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചത്. വളരെയേറെ സാമ്പത്തികം ലഭിച്ചതുകൊണ്ടാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ കെട്ടിടം മാറ്റി ഈ രീതിയിലുള്ള നല്ലൊരു കെട്ടിടം ആക്കി മാറ്റാൻ ഞങ്ങൾക്ക് കമ്മിറ്റിക്കും അതുപോലെ നാട്ടുകാർക്കും സാധിച്ചിട്ടുള്ളത്. ഈ കൊല്ലാകൊല്ലം ഈ ദിവസം ഈ ജൂലൈ 7-ാം തീയതി പുനഃപ്രതിഷ്ഠയുടെ ചെറിയ തോതിലുള്ള ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഇപ്പോൾ 12 വർഷം മുമ്പേ ആണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടന്നു വന്നത്. സാധാരണ 12 വർഷത്തിലെങ്കിലും ഇതുപോലെയുള്ള പുനഃപ്രതിഷ്ഠകൾ നടത്തി ദേവിക്ക് കൂടുതൽ ഐശ്വര്യവും ഉണ്ടാക്കണം എന്ന് കഴിഞ്ഞ താമ്പൂല പ്രശ്നങ്ങൾക്ക് 2 മാസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള താമ്പൂല പ്രശ്നത്തിൽ പറഞ്ഞത് അനുസരിച്ചാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു പോർന്നിട്ടുള്ളത്. നാട്ടുകാരുടെ മുഴുവൻ സഹായവും എപ്പോഴും ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ഈ ക്ഷേത്ര പുരോഗതിയോട് കൂടി തന്നെ ഈ പ്രദേശത്തും
പ്രദേശവാസികളുടെയും സംസ്കാരത്തിനും ഉന്നതിക്കും വളരെയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ഈ ദേവീ കടാക്ഷം കൊണ്ട് ആണെന്ന് പൂർണ്ണമായി ഈ പ്രദേശവാസികൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. ദേവീ കടാക്ഷം ഇന്നും ഈ പ്രദേശത്ത് ഇന്നും വിളയാടിക്കൊണ്ടിരിക്കുന്നു. നാളെ മഹാഗണപതി ഹോമം, ബ്രഹ്മകലശം, പിന്നെ അതിനോടനുബന്ധിച്ച് മറ്റുള്ള പൂജകൾ, പിന്നെ ഉച്ചക്ക് മധ്യാഹ്ന പൂജ, വൈകുന്നേരം 6 മണിക്ക് കളമെഴുത്തും പാട്ടും എല്ലാം ഭംഗിയായി എല്ലാ പിന്നെ പ്രതിഷ്ഠാദിനങ്ങളിലും നടത്താറുള്ള പോലെ തന്നെ ഉച്ചക്ക് അന്നദാനമുണ്ട് നാളെ. പിന്നെ കലശം മുതലായ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ സാമ്പത്തികമൊന്നും ആഗ്രഹിക്കാണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്.